ഹൈ സമൂസ, ഹൈ സമൂസ, സമൂസ, എന്റെ സമൂസ. വിട വിട വിട, എന്തൊക്കെയാ ചെയ്യുന്നത്? ഉറക്കത്തിലും നിനക്ക് സമൂസയുടെ കാര്യം മാത്രമേ ഉള്ളോ? മോട്ടു എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്ന് വിടാനാ പറഞ്ഞ. സോറി സോറി, ഞാനൊരു സ്വപ്നം കണ്ടതായിരുന്നു. എത്ര നല്ല സ്വപ്നമായിരുന്നു. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴോ എന്റെ വിശപ്പങ്ങ് ഇരട്ടിച്ചു. മോട്ടു, എന്റെ സഹോദര, എന്റെ ചങ്ക്, ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ഡോക്ടർ ജഡ്ക, ഇതെന്താണ്? ഇതാണ് പീകോക്ക് മത്സ്യം. ഇത് വളരെ വില കൂടിയ മത്സ്യമാണ്. ഈ മത്സ്യം ലോകത്ത് വളരെ കുറഞ്ഞ രീതിയിലേ കാണാറുള്ളൂ. എന്തൊരു ഭംഗി അതിനെ കാണാൻ. എനിക്ക് കുറച്ച് ജോലി ഉള്ളത് കൊണ്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ കാണില്ല. അതുവരെ നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം. ഇതിനെ എങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാനൊന്നും കഴിയില്ല. കള്ളന്മാരൊക്കെ ഉള്ളതല്ലേ ഇവിടെ. അതെ അതെ, പിന്നെന്താ, കൂട്ടുകാരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യണല്ലോ അല്ലേ? എന്റെ ജഡ്ക സാറേ, ഇതിനെന്താ കഴിക്കാൻ കൊടുക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെ മത്സ്യറാണി, എനിക്കറിയാം വിശപ്പ് എന്നതൊരു വല്ലാത്ത അവസ്ഥയാണെന്ന്. ഇതിലുള്ള ഭക്ഷണം മുഴുവനും നിനക്കുള്ളതാണ്. വരൂ, ഇത് മുഴുവൻ കഴിക്കൂ റാണി. ഇത് കഴിക്കുമ്പോഴേക്കും നിന്റെയും പിന്നെ എന്റെയും വിശപ്പ് മാറിക്കോളും. ദുഷ്ടേ, അഹങ്കാരി, നിന്റെ വിശപ്പ് മാത്രം തീർത്താ മതിയോ? എന്റെ വിശപ്പ് പിന്നെ ആര് തീർക്കും? എന്റെ മോട്ടു, നീ എന്ത് പണിയെ കാണിക്കുന്നേ? താ, അതിങ്ങോട്ട് താ. ഞാൻ തരില്ല, ഞാൻ തരില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചതാ. അവിടെ നിക്ക്. ഇതിന് സോറി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നേ. തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ? വളരെ നന്ദിയുണ്ട് ബോക്സർ ചേട്ടാ, നിങ്ങളൊരു വലിയ മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾ വലിയൊരു ദയാലുവാണ്. അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി തരാം. എന്റെ അമ്മോ, എന്തത്? എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. ഇൻസ്പെക്ടർ ചിങ്കത്തിന് റോഡിൽ നിന്ന് വെള്ളം പിടിക്കേണ്ട ഗതികേട് വന്നല്ലോ. ലേഡീസ്, ഞാൻ ആദ്യം വെള്ളം പിടിക്കും. എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണ്ടേ? നിങ്ങൾ ആദ്യം എന്നെ വെള്ളം പിടിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ ഇളനീര് വാങ്ങി തരാം. സത്യം. നാ പിടിച്ചോ, കുടിച്ചോ. കുടിച്ചോളൂ, എല്ലാവരും ഇളനീര് നല്ല കുടിച്ചോളൂ. എന്റെ അമ്മോ, ഇതാരാണത്? എന്താ ഈ കാണിക്കുന്നത്? എന്റെ ലുങ്കിയുടെ അകത്ത് കേറി എന്റെ ബനിയന്റെ ഉള്ളിൽ ഏത് കള്ളനാണ് കേറിയിരിക്കുന്നത്? എന്റെ അമ്മോ, ഇറങ്ങ്. എന്റെ അമ്മോ, താങ്ക് ഗോഡ്. ഉണ്ടായിരുന്ന ശല്യം ഏതായാലും പോയി കിട്ടി. ഇനി പുതിയ ശല്യം വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോട്ടെ. എന്റെ വല്യച്ചി, ആ മത്സ്യറാണി എനിക്ക് തരണം, വേഗം. മോട്ടു, ഇനി എന്താ വേണ്ടെന്നൊന്ന് ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എന്റെ അമ്മോ, പത്തിലു കാല് നല്ലോണം മുറുക്കി പിടിച്ചോട്, ഇല്ലെങ്കിൽ ഇടിച്ച് പപ്പടമൊക്കെ ഞാൻ. മോട്ടു, നീ ആ കുടം മുറുക്കങ്ങ് പിടിച്ചാ മാത്രം മതി. ഞാൻ നിന്നെ മുകളിലേക്ക് കേറ്റിക്കോളാം. നീ മുകളിലേക്ക് വലിച്ചില്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ നമ്മളെ മുകളിലേക്ക് വിടും. തെറ്റുകളൊന്നും സംഭവിക്കാതെ നോക്കിക്കോ. നീ അതിനെ പച്ചക്ക് തിന്നോ മോട്ടു? ഇല്ല ഇല്ല, ഞാൻ അതിനെ തിന്നിട്ടില്ല. അതിനെ പിടിക്കാൻ നോക്ക്.
ഓടിക്കോ മോട്ടു ഓടിക്കോ. ആ പൂച്ചക്കൂട്ടത്തിന്റെ ഇടയിലെങ്ങാനും പെട്ടാ പിന്നെ നമ്മുടെ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. ആ പൂച്ചകൾ മത്സ്യത്തിനെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. അതെന്റെ അവകാശമാണ്. മോട്ടു, ഞാൻ മീനിന്റെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ നമ്മുടെ എല്ലിന്റെ കാര്യം പറഞ്ഞു വന്നത്. ആ പൂച്ചകളെങ്ങാനും ആക്രമിക്കാൻ തുടങ്ങിയ വലിയ പ്രശ്നാവും. വേണ്ട വേണ്ട വേണ്ട, എന്നെയൊന്നും ചെയ്യരുത്. വേണ്ട, പൂച്ച, പൂച്ച, പോ, പൂച്ച, കടിക്കല്ലേ പൂച്ച, മാന്തല്ല, മാന്തല്ല പൂച്ച, വേണ്ട, വേണ്ട എന്ന് പറഞ്ഞില്ലേ. എന്നെയൊന്നും ചെയ്യല്ലേ, പൂച്ച, പോ, പൂച്ച, പോ. എന്താ ഇവിടെ നടക്കുന്നത്? ചിങ്ങത്തിന്റെ പരിധിയിൽ അടികൂടാൻ നോക്കുന്നു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ, അതർവൈസ് ഐ വിൽ ഷൂ. എന്റെ അമ്മോ, സോറി സോറി പൂച്ചകളെ, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. ക്യാരി ഓൺ ക്യാരി ഓൺ, ബീറ്റിംഗ് ബീറ്റിംഗ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നു. ഏയ് പൂച്ചേ, പുറകോട്ട് പോണം, പുറകോട്ട് പോവാൻ. ഈ ഫുർഫുറ നഗരത്തിൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം ഈ ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഓക്കേ, ഒരു തെറ്റ് പറ്റിപ്പോയതാ ചേട്ടാ. ഇനി ഒരിക്കലും ഇതുപോലെ ഉണ്ടാവില്ല. ഞങ്ങൾ വിശ്വസിക്കൂ. ഞങ്ങള് വളരെ ധൃതിയിലായിരുന്നു, നിങ്ങളെ കണ്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ ബോക്സർ ഏട്ടാ, സോറി. അതൊന്നും സാരമില്ലെന്നേ, തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ. വേണ്ട വേണ്ട ബോക്സർ ചേട്ടാ, നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ പറയല്ലേ, കേൾക്കുമ്പോ പേടിയാവുന്നു. സ്നേഹത്തോടെ പറയരുതെന്നാണോ? നിനക്കൊക്കെ തോന്നുമ്പോ വന്ന് ഇടിക്കുകയും വേണം, എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ സംസാരിക്കാനും പാടില്ലെന്നാണോ പറയുന്നത്? ഇന്ന് പിടിച്ചോ 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 പിടിച്ചോ. ആ കാലുപാട് പോയ പത്തലു. ഇപ്പൊ അടി വീഴുന്നില്ലല്ലോ, അപ്പൊ അവൻ പോയി കാണും. രക്ഷിക്കണേ. ഇനി ആ ഡോക്ടർ ജഡ്കോട് നമ്മൾ എന്ത് പറയും? എന്തെങ്കിലും ഒന്ന് ആലോചിക്കും മോട്ടോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ഒന്ന് ആലോചിക്ക്. ഐഡിയ. നീ അതിനെ പിടിച്ച് ഡോക്ടർ ജഡ്കയ്ക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന് വാക്ക് തന്നാൽ ഞാൻ നിനക്ക് വയറ് നിറയെ സമോസ വാങ്ങിച്ചു തരാം. സത്യമാണോ? ഇന്ന് നിന്റെ മത്സ്യറാണി, എടുക്കന്റെ സമൂസ. എന്റെ മോട്ടോ, ഇത് കണ്ടില്ലേ, എത്ര മനോഹരമായ മീനാണ്. നീ അതിനെ കരയിപ്പിച്ചു. ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ചിലർ അതിനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ അതിനെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അങ്ങനെ? ആലോചിക്ക്. നിന്റെ മുമ്പിൽ 1000 സമൂസകൾ നിരത്തി വെച്ചിട്ട് നിന്നെ കെട്ടിയിടുന്നു. ആ സമയത്ത് നിനക്ക് സമൂസയുടെ അടുത്ത് എത്താൻ കഴിയില്ല. അപ്പൊ നിനക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും മോട്ടോ? ഇല്ല, രക്ഷിക്കണേ. ഹൃദയം പൊട്ടി മരിക്കും പത്തലു ഞാൻ. അതേ അവസ്ഥ തന്നെയാണ് ഈ മീനിനും. ഇത്രയും വലിയ തടാകം ഇവിടെ ഉണ്ടായിട്ട് അതിനൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ് പത്തലു. പോയി വരൂ മത്സ്യറാണി, നീ സ്വതന്ത്രയാണ്. ഓ മോട്ടു പത്ലു, എന്റെ പീകോക്ക് മത്സ്യം എവിടെ പോയി? അതിനെ പുഴയിലേക്ക് വിട്ടു. എന്തോ? അതെ, അത് ഞങ്ങളോട് പറഞ്ഞത് ഡോക്ടർ ജഡ്ക എന്നും അതിനെ നീന്താൻ പുഴയിലേക്ക് കൊണ്ടുവരുന്നായിരുന്നല്ലോ. അതുപോലെ ഞങ്ങൾ ചെയ്തു. ഇല്ല, അത് നിങ്ങളോട് കള്ളത്തരം പറഞ്ഞതാ. ഞാൻ ഒരിക്കലും അതിനെ എവിടെയും നീന്താൻ കൊണ്ടുപോയിട്ടില്ല. ഡോക്ടർ ചട്ടുക, നിങ്ങൾ എന്താ ഈ പറയുന്നത്? മത്സ്യത്തിന് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തലയ്ക്ക് പുറത്തും അകത്തും ഒന്നും ഇല്ലാതെയായോ? മോട്ടു, നീ എന്നെ മണ്ടനാക്കാൻ നോക്കുവല്ലേ? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടില്ല. എന്റെ അമ്മോ, ഇത് രാവിലെ കേറിയ ലുങ്കി കള്ളം തന്നെയാണല്ലോ. ഇവന് ഇത് തന്നെയാണ് പണി. നിർത്ത്, ആരെങ്കിലും അവനൊന്ന് നിർത്ത്. രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? എന്റെ അമ്മോ, ഇതിപ്പോ നിങ്ങൾക്കാണ് പറ്റിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാ ഡാൻസ് കളിക്കണെന്ന്. ലുങ്കിക്കള്ള, ഒന്ന് വേഗം പോക. എവിടെ നിൽക്കൂ? എന്റെ മത്സ്യം എവിടെയാണെന്ന് പറയൂ. അതിന് എനിക്ക് തിരിച്ചു താ.
അല്ലെങ്കിൽ എന്റെ രോഗികളാണ് സത്യം. രണ്ടിനെ ഞാൻ പിടിച്ച് അക്കൂരത്തിൽ അടയ്ക്കും. ഇതെന്താ ഇത്? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇതെങ്ങനെയാ സംഭവിച്ചത്? മോട്ടു, എന്റെ സഹോദര, എന്നെ രക്ഷിക്ക. ഡോക്ടർ ജഡ്ക, സത്യം ഇതാണ്. നിങ്ങൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു, എന്നാൽ അതാണിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. രക്ഷിക്കോ.